നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റിനെ റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് SCERTയും NCERTയും കവർ ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആയതുകൊണ്ട് തന്നെ ഉറപ്പായും പഠിച്ചു മാറ്റണം. വരാൻ പോകുന്ന മത്സര പരീക്ഷ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉഷാറായി പഠിക്കുക. ഒപ്പം ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും PSC ഇൻഫ്ലുവൻസറിൻ്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പത്രവാർത്തകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ അടങ്ങുന്ന പത്രവാർത്തകൾ, ഒരു സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഒരു സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം മൈക്രോ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പോൾ എക്സാം, ഡെയിലി ഉള്ള ഫോളോ അപ്പ് എക്സാം എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. ഏകദേശം 25,000-ലധികം ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യുന്ന കോമൺ ടെലഗ്രാം ഗ്രൂപ്പാണ്. അപ്പോൾ ഉഷാറായി പഠിക്കുക. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണല്ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ ചോദ്യ സാധ്യതയുള്ള ആദ്യ ടോപ്പിക്ക് തന്നെ മൗലിക അവകാശങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ പറ്റി പറഞ്ഞില്ല, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണ സഭയെ പറ്റി പറഞ്ഞില്ല, മറ്റു കാര്യങ്ങളെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാതെ ഡയറക്റ്റ് ഈ മൗലിക അവകാശങ്ങൾ എന്തിനാ പറയുന്നേ? വേറെ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം വന്നിട്ടുള്ളത് ഈ ഒരു മേഖലയിൽ നിന്നായതുകൊണ്ട് ഇതിനെ ഒരു ബേസ് ആയി നിങ്ങൾ കണക്കാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് വേറെ ഒന്നുമില്ല, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി ദൃഢമാണ്, ഭാഗികമായി അയവുള്ളതാണ്. ഈ ഒരു വാക്യം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അതായത് ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതാണ്, ഭാഗികമായി ദൃഢവുമാണ്. ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാ. ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടുന്നതേത് അല്ലെങ്കിൽ പെടാത്തതേത് എന്തുമായിക്കോട്ടെ നമുക്കൊരു ലോജിക്കായിട്ട് ഓർത്തു വെക്കണം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മൗലിക അവകാശങ്ങൾ എന്നാ പറയുന്നത്. എന്തുവാ മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നുമില്ല, ഒരു ഇന്ത്യക്കാരനാണ്, നമ്മൾ പറയും പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്നൊക്കെ പറയത്തില്ലയോ? അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇന്ത്യക്കാരൻ ആയതുകൊണ്ട് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മൗലികമായിട്ട് കുറച്ച് അവകാശങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആ മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തണമെങ്കിൽ ആർക്കാണ് അതിന് അധികാരം? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാം. ആദ്യം മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാർലമെന്റ് എന്നറിയപ്പെടുന്ന സംവിധാനത്തെ പറ്റി പറയുമ്പം പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ചേരുന്നതാണ് പാർലമെന്റ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട്, ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. ഇന്ത്യൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നാ പറയുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. വേറെ ഒന്നുമില്ല, മലയാളത്തിലും പറഞ്ഞു തരുന്നു. 1 നിയമനിർമ്മാണ സഭ, 2 കാര്യനിർവഹണ സഭ, 3 നീതിന്യായ സംവിധാനം. വേറെ ഒന്നുമില്ല, ഇന്ത്യ മഹാരാജ്യത്തെ നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് ഇവിടെ ലെജിസ്ലേച്ചറിൽ, അതായത് നിയമനിർമ്മാണ സഭയിൽ. രണ്ടാമത്തത്, ഇന്ത്യയിൽ ആ നിയമം നിർമ്മിച്ചല്ലോ, ആ നിയമം നിർമ്മിച്ച നിയമങ്ങൾ നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവില, എന്ന് വെച്ചാൽ കാര്യനിർവഹണ വിഭാഗം. മൂന്നാമത്തതാണ് ജുഡീഷ്യറി. ഈ ഭരണത്തെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പറയുന്ന നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ജുഡീഷ്യറിയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറയുന്ന ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ജുഡീഷ്യറി, ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളായിക്കോട്ടെ, നമുക്ക് വേണ്ട വസ്തുത മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? അത് പാർലമെന്റിനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ പറയുന്ന മൗലിക അവകാശങ്ങളെ, എനിക്ക് നിങ്ങൾക്കും ഒക്കെ കുറച്ച് അവകാശങ്ങളുണ്ട്. അതാണല്ലോ മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന കുറച്ച് അവകാശങ്ങളുണ്ട്. അതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുത, മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുക എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുക എന്നുള്ളതല്ലയോ? മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ആരിലൂടെ? ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് ഒരു സംസ്ഥാന നിയമസഭയ്ക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുമോ? തമിഴ്നാട് സംസ്ഥാന നിയമസഭയ്ക്ക് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുമോ? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ ആർക്കേ പറ്റൂ? പാർലമെന്റിനെ പറ്റൂ. ഒന്നെങ്കിൽ രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ, രണ്ടിൽ എവിടെയാണെങ്കിലും വെച്ചാൽ അവതരിപ്പിക്കാം, രണ്ടും പാസ്സാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. നമ്മൾ പറഞ്ഞല്ലോ, ഗവൺമെന്റിന് 3 ഘടകങ്ങളുണ്ട്. ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഈ 3 ഘടകങ്ങളിൽ ഒരു ഘടകം പോലും മൗലികാവകാശങ്ങൾ, ഒരു വ്യക്തിയുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു കാര്യവും പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്നാ പറയുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്. ഈ പറയുന്ന മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റീഷ്യബിൾ ആണ്. അതായത് ഇപ്പൊ എനിക്ക് മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മൗലികാവകാശം കിട്ടുന്നില്ല, ആ മൗലികാവകാശം അവൻ ആർക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വ്യക്തിയുടെ മൗലികാവകാശം ആരും അനുവദിക്കുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാം? ഈ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ആ പൗരന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരന്, അതായത് ഇന്ത്യയിലെ ഒരു പൗരന് ആരെ സമീപിക്കാം? ജുഡീഷ്യറിയെ സമീപിക്കാം. ഈ പറയുന്ന നീതിന്യായ സംവിധാനത്തെ ആർക്ക് സമീപിക്കാം? ഒരു പൗരന് സമീപിക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അതുകൊണ്ടാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നാരെ അറിയപ്പെടുന്നത്? സുപ്രീം കോടതി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയാ. ഈ സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം 1950 ജനുവരി 28-നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ പറയുന്ന സുപ്രീം കോടതിക്ക് ഒരു ആദ്യകാല രൂപം ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഫെഡറൽ കോടതി എന്നറിയപ്പെടുന്നത്. 1937 ഈ ഫെഡറൽ കോടതി നിലവിൽ വന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ട് ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കൽക്കട്ട സുപ്രീം കോടതി എന്നറിയപ്പെടുന്ന ഒരു സുപ്രീം കോടതി ഉണ്ട്. ബ്രിട്ടീഷുമായി ബന്ധപ്പെട്ട്, ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതിയാണ് കൽക്കട്ട സുപ്രീം കോടതി. അത് 1774 ഫോം ചെയ്ത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 നിലവിൽ വന്നു. അങ്ങനെ ഒത്തിരി വസ്തുതയുണ്ട്. അപ്പൊ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? സുപ്രീം കോടതിയാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുത, ഈ മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണം എന്നറിയപ്പെടുന്നത് അത് റിട്ടുകളെ. അപ്പൊ നമ്മൾ 2 ആർട്ടിക്കിൾ ഒന്ന് പഠിക്കണം. ആർട്ടിക്കിൾ 32 226 ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. ആർട്ടിക്കിൾ 226 എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. പറഞ്ഞല്ലോ, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല ചോദ്യങ്ങൾ കവർ ചെയ്ത് പോവാ. അതല്ലാതെ ഒന്നേന്നും പറഞ്ഞ് പഠിച്ചു പോവല്ല, പ്രധാനപ്പെട്ട ചോദ്യ സാധ്യതയുള്ള മേഖലകൾ കവർ ചെയ്ത് പോകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26-നാണ് നിലവിൽ വന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947-ലാണ്. 1947 ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26. വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ 1950 ജനുവരി 26 വരെ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. ആ ഭരണഘടന ഏതെന്നറിയോ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് കുറച്ചും കൂടെ അപ്ഡേഷൻ നടത്തിയാണ് ഇന്ത്യൻ ഭരണഘടന വരുന്നത്. അപ്പം ആ സമയത്ത് ഈ പറയുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ആഡ് ചെയ്യുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഓരോന്നായിട്ട് ആശയങ്ങൾ നമ്മൾ ബോറോ ചെയ്യും. അങ്ങനെ ഒരാശയമാണ് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുത, നമ്മൾ ഇനി ആർട്ടിക്കിളിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം അത് മൗലികാവകാശമാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം മൗലികാവകാശമാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ 29-ഉം 30-ഉം അത് നമ്മളിപ്പോൾ കാണാതെ പഠിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഭരണഘടനയിൽ ആർട്ടിക്കിൾ 12 മുതൽ
35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങളെ പറ്റിയും 36 മുതൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. മൗലിക അവകാശങ്ങൾ ജസ്റ്റീഷ്യബിൾ ആണ്, പക്ഷേ DPSPയോ നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. എന്ന് വെച്ചാൽ മൗലികാവകാശങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു പൗരന് മൗലികാവകാശങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ അവന് കോടതിയെ സമീപിക്കാം. പക്ഷേ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പൗരന് എനിക്കോ നിങ്ങൾക്കോ ഒന്നും കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. കാരണം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് കൊടുക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ്. അത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? മൗലികാവകാശം. 36 മുതൽ 51 വരെ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പം 7 മൗലികാവകാശം ഉണ്ടായിരുന്നു. മറക്കരുത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര എണ്ണമേ ഉള്ളൂ? 6 മൗലികാവകാശങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ 6 ഉള്ളൂ. അതിനർത്ഥം എന്താ? ഒരെണ്ണം മാറി. എന്ന് വെച്ചാൽ സ്വത്തവകാശം ഇപ്പോൾ എന്തല്ല? മൗലികാവകാശമല്ല, ഇപ്പോൾ നിയമ അവകാശമാണ്. ഇമ്പോർട്ടൻ്റ് ഏരിയ. ഇത് ഉറപ്പായിട്ട് ചോദിക്കും. ഇതെല്ലാം ബേസാണ്. ഈ ബേസിന്റെ പുറത്താണ് നിങ്ങൾ ഓരോന്ന് പഠിച്ച് മാറ്റേണ്ടത്. ബേസ് ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം ഫെയിലുവർ ആയിട്ട് അല്ലെങ്കിൽ വർത്തലെസ് ആയിട്ട് മാറും. വീണ്ടും ആവർത്തിക്കുന്നു, ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം എന്താണ്? ഒരു നിയമാവകാശമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ പോയിന്റും അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞു തരുക. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം എത്രയാണ്? ഭാഗം 3. വേറെ ഒന്നുമില്ല, 3 അവകാശം. അങ്ങനെ ഒന്നും ഓർക്കരുത്. 3 അവകാശം എന്നല്ല, മൊത്തം നമുക്ക് വേണ്ടത് 6 മൗലികാവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഭാഗം 3. ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ 6 ഉള്ളൂ. അപ്പൊ അതിനർത്ഥം ഒരെണ്ണം എപ്പോഴോ മാറ്റി. ആ മാറ്റിയ കണ്ടന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടന രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും സ്വത്തവകാശം പിന്നീട് 44ാം ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശമാണ് സ്വത്തവകാശം. ഈ സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എന്താക്കി മാറ്റി? മൗലികാവകാശത്തിൽ നിന്ന് നിയമാവകാശമാക്കി മാറ്റിയ വർഷം, നീക്കം ചെയ്ത വർഷം 1978. അപ്പൊ 1978 44ാം ഭേദഗതി. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഭരണഘടന ഭേദഗതി എന്ന് പറഞ്ഞാൽ ഒന്ന്, ഏതെങ്കിലും നിയമം അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ മാറ്റപ്പെടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പുതുതായിട്ട് ഉൾപ്പെടുത്താം. അതിനെയാണ് നമ്മൾ അമെൻമെന്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നത്. അപ്പൊ 1978 44ാം ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റി. അപ്പൊ ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം ഇപ്പൊ എന്താണ്? ഒരു നിയമാവകാശമാണ്. ഇനി നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം എനിക്ക് കുറച്ച് മൗലിക അവകാശങ്ങളുണ്ട്. നോക്കൂ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യ മഹാരാജ്യത്ത് ഏത് മതവും എനിക്ക് ഫോളോ ചെയ്യാനുള്ള അവകാശമുണ്ട്. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. എന്നെ ആരെങ്കിലും ചൂഷണം ചെയ്യുവാണെന്ന് തോന്നുവാണെങ്കിൽ നീ കോടതിയെ സമീപിക്കാം. സമത്വത്തിനുള്ള അവകാശം, ആശയപ്രകടനത്തിനുള്ള അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം, ഇതെല്ലാം എൻ്റെ മൗലികാവകാശമാണ്. അപ്പൊ ഈ പറയുന്ന ഇത് മാത്രമല്ല, ഒത്തിരി അവകാശങ്ങളുണ്ട്. ഈ പറയുന്ന 6 മൗലികാവകാശങ്ങൾ നമ്മൾ ഉറപ്പായും പഠിക്കണം. ഒത്തിരി അവകാശങ്ങളുണ്ട്, അതിൽ 6 മൗലികാവകാശങ്ങൾ ഉറപ്പായും പഠിക്കണം. അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി 1978 44ാം ഭേദഗതി. ഈ 44ാം ഭേദഗതി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1979.
44 ഭേദഗതി നിലവിൽ വന്നെന്ന 1979. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെ പറ്റി പറയുന്നത്? സ്വത്തവകാശം ഇപ്പം നിയമാവകാശമാണെന്നാണ് പറഞ്ഞത്, 300A. അപ്പം നേരത്തെ ഏത് ആർട്ടിക്കിളായിരുന്നു? നേരത്തെ 31-ാം അനുച്ഛേദത്തിലായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആർട്ടിക്കിൾ ഇത്ര മുതൽ ഇത്ര വരെ ഈ പറയുന്ന മൗലിക അവകാശങ്ങളെ പറ്റി, ആർട്ടിക്കിൾ ഇത്ര മുതൽ ഇത്ര വരെ മാർഗനിർദ്ദേശ തത്വങ്ങളെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതിൽ മുൻപ് 31-ാം അനുച്ഛേദം എന്ന് പറഞ്ഞാൽ സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. ഇപ്പൊ എന്തല്ല, മൗലികാവകാശമല്ല, ഇപ്പൊ നിയമാവകാശമാണ്. അപ്പൊ എന്താണ് നിയമാവകാശം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പൊ ഇന്ന് ബാച്ചിൽ പഠിക്കേണ്ടത് എന്തൊക്കെ രാവിലെ 5 മണി മുതൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, സിലബസ് ബേസ്ഡ് മെറ്റീരിയൽസ്, മൈക്രോ നോട്ട്സ് അതിന്റെ സെഷൻ, സിലബസ് ഫാക്ട്, മാജിക് മന്ത്ര സെഷൻസ് ഉൾപ്പെടെ എന്തൊക്കെ നിങ്ങളുടെ ബാച്ചിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ അത് കൃത്യമായിട്ട് വായിക്കണം, വീഡിയോ ക്ലാസ് കാണണം, റിവിഷൻ നടത്തണം. അതിനുശേഷം രാത്രി 9 മണിക്ക് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്ന ഡെയിലി എക്സാം, അതായത് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് തന്നെ അസസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എക്സാം എഴുതുമ്പം ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിലല്ല എക്സാം എഴുതേണ്ടത്. PSC ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് ഒരു OMR ഷീറ്റ് തന്നിട്ടുണ്ട്. ആ OMR ഷീറ്റിൽ തന്നെ എന്ത് ചെയ്യണം, ബബിൾ ചെയ്ത് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഓൾറെഡി നമ്മൾ ജോയിൻഡ് ആയൊരു വീണ്ടും മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. പുതിയ ന്യൂ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ PSC ഇൻഫ്ലുവൻസറുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണോ ഫോക്കസ് കൊടുക്കുന്നത് ആ പരീക്ഷയുടെ പേര്, നിങ്ങളുടെ പേര്. ഓക്കെ ആണല്ലോ. അടുത്തത് ഈ പറയുന്ന സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി, ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി, ജനതാ ഗവൺമെന്റ് ആ സമയത്ത് ഭരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. ഈ സ്വത്തവകാശം നിയമാവകാശമാകുന്ന സമയത്ത് പ്രസിഡന്റ് ആയിരുന്നത് നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്, നിലവിൽ ഭരണഘടനയുടെ ഏതു ഭാഗത്താ സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്? 12-ാം ഭാഗത്ത്. നേരത്തെ എത്രാം ഭാഗത്തായിരിക്കണം? 3-ാം ഭാഗം. മൗലികാവകാശം 3-ാം ഭാഗമാണ്. ഇപ്പം 12-ാം ഭാഗം. അതൊന്ന് ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റാ. ഇനി എന്താണ് ഭരണഘടനാ അവകാശങ്ങൾ അല്ലെങ്കിൽ നിയമാവകാശങ്ങൾ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വോട്ടിംഗ് റൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ എനിക്കും നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും വോട്ട് രേഖപ്പെടുത്താം. വോട്ടിംഗ് റൈറ്റ് എന്താണ്? ലീഗൽ റൈറ്റ്, നിയമാവകാശമാണ്. ഭരണഘടനാ അവകാശങ്ങൾ അല്ലെങ്കിൽ നിയമാവകാശങ്ങൾ വരുന്നതാണ്. അപ്പൊ ഇവിടെ ലോജിക്ക് ഇതാണ്, അങ്ങനെ ധാരാളം നിയമാവകാശങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിലൊന്ന്, നിയമത്തിന്റെ അധികാരം മുഖേന അല്ലാതെ നികുതികൾ ചുമത്താൻ പാടില്ല എന്നത് ഭരണഘടനാ അവകാശമാണ്. നോക്കൂ, ഇപ്പൊ ഇന്ത്യയിലെ ഒരു വ്യക്തി, ഇപ്പൊ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, ഒരു ഗവൺമെന്റ് നിയമത്തിന്റെ അധികാരം മുഖേനയല്ലാതെ എൻ്റെ പുറത്ത് കൂടുതൽ നികുതി ചുമത്താൻ പാടില്ല. കാരണം ഓൾറെഡി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നികുതി ചുമത്തുന്നുണ്ട്. അതിന് പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് വേണ്ടി മാത്രം എന്നൊരു നികുതിയില്ല. അപ്പൊ അതിൻ്റെ ആർട്ടിക്കിൾ മറക്കരുത്. ആർട്ടിക്കിൾ 265 എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ അധികാരം മുഖേനയല്ലാതെ നികുതികൾ ചുമത്താൻ പാടില്ല എന്ന് പറയുന്ന വസ്തുതയാണ് എന്ത്? അനുച്ഛേദം 265. ദെൻ ആർട്ടിക്കിൾ 300A നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നിയമം അധികാരപ്പെടുത്തിയാലല്ലാതെ വ്യക്തികളുടെ സ്വത്തവകാശം എടുത്തു കളയാൻ പാടില്ല. നോക്കൂ, എനിക്ക് കുറച്ച് വസ്തുണ്ട്, എനിക്ക് കുറച്ച് വീടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കൃഷിയിടമുണ്ട് എങ്കിൽ ഈ പറയുന്ന നിയമ അധികാരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒരു അധികാരി കാണും. ആ അധികാരിക്ക് നിയമപ്രകാരം എന്ത് ചെയ്യുന്നു? ചുമതലയേൽക്കുക, അയാളുടെ സ്വത്തവകാശം എടുത്തു കളയാൻ. അതങ്ങനല്ലാതെ ഒരു വ്യക്തിയുടെയും സ്വത്തവകാശം എടുത്തു കളയാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 300A. ഇത് നേരത്തെ എന്തായിരുന്നു? മൗലികാവകാശമായിരുന്നു. ഇപ്പൊ അത് മൗലികാവകാശമാണോ? അല്ല. അടുത്തത് അനുച്ഛേദം 301 എന്ന് പറഞ്ഞാൽ വ്യാപാരത്തിനും, അതായത് ഈ പറഞ്ഞ ട്രേഡിനും വാണിജ്യത്തിനും കൊമേഴ്സിനും പരസ്പര സമ്പർക്കത്തിനുമുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും വ്യാപാരം ചെയ്യാനും വാണിജ്യം ചെയ്യാനും പരസ്പരമായിട്ട് അതിനുവേണ്ടി സമ്പർക്കത്തിനുമുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് ഒരു നിയമാവകാശമാണ്. അതൊരു ഭരണഘടനാ അവകാശമാണ്. അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 301. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത ആർട്ടിക്കിൾ 326 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 326 എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി വോട്ടവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രായപൂർത്തി വോട്ടവകാശം ഒരു
നിയമാവകാശമാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 326. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള വസ്തുത ആർട്ടിക്കിൾ 326 ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മൗലികാവകാശങ്ങൾ എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുമ്പം കമ്പൽസറി ആയും പഠിക്കേണ്ട ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേല. എനിക്കൊരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാകാൻ പാടില്ല എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ് ഒന്ന് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നു. അപ്പോൾ അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് ശില്പികളുണ്ട് കേട്ടോ. നമ്മളെ കുഴപ്പിക്കും, പരീക്ഷ ഹാളിൽ കയറുമ്പോൾ ഇതാണോ അതാണോ എന്ന് പറഞ്ഞ് കുറേശ്ശെ നമ്മളെ ടെൻഷനാക്കുന്ന കുറച്ച് ശില്പികളുണ്ട്. ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കറാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. എല്ലാം കൂടെ ലാസ്റ്റ് തിരിഞ്ഞു പോകരുത്, ഒരു മാർക്ക് അവിടുന്ന് കിട്ടണം. ഇനി ഈ പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേൽ പ്രസിഡന്റായ ഏക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അത് 1931 കറാച്ചി സമ്മേളനം. ഈ 1931 കറാച്ചി സമ്മേളനത്തിൽ ആരാണ് പ്രസിഡന്റ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഏകതയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെ? സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്തത് ഈ പറയുന്ന മൗലികാവകാശങ്ങളെക്കുറിച്ചും സാമ്പത്തിക നയത്തെക്കുറിച്ചും കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പ്രമേയം പാസ്സാക്കുന്ന സമയത്ത് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലും ഉത്തരമാര് തന്നെ? സർദാർ വല്ലഭായ് പട്ടേൽ. 1931 കറാച്ചി സമ്മേളനം. ഇനി ഇദ്ദേഹത്തിന്റെ അപരനാമങ്ങളുണ്ട്. ഒന്ന് അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേല. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇന്ത്യയുടെ വിഭജന സമയത്ത് ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് നാട്ടുരാജ്യ സംയോജനം. ഈ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വം കൂടിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റ് എന്തൊക്കെ മൗലികാവകാശങ്ങൾ. നിലവിൽ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു? 6 മൗലികാവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര മൗലികാവകാശങ്ങൾ? 6 ഒരെണ്ണം സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഇപ്പം മാറി. സ്വത്തവകാശം ഇപ്പം എന്താണ്? നിയമാവകാശമാണ്. 3 സ്വത്തവകാശം, ഇപ്പം 12 ദെൻ നേരത്തെ എത്ര ആർട്ടിക്കിൾ ആയിരുന്നു? 31 ഇപ്പം 300A ആയി. ഓക്കെ, അടുത്തത് ഒന്നാമത്തെ മൗലികാവകാശം എന്ന് പറഞ്ഞാൽ സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പ്രതിപാദിക്കുന്നതാണ് സമത്വത്തിനുള്ള അവകാശം. സമം 14, 4, 18 സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ദെൻ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതിൽ തന്നെ പല തരത്തിലുണ്ടല്ലോ സ്വാതന്ത്ര്യം. അപ്പൊ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒരു മൗലികാവകാശമാണ്. ആർട്ടിക്കിൾ 19 മുതൽ ആർട്ടിക്കിൾ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ ചൂഷണത്തിനെതിരായ അവകാശം. അപ്പൊ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14, 18, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19, 22, ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23, 24, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഇനി ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം അഞ്ചാമത്തെ മൗലികാവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. ഏതൊരു സ്ഥാപനമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി ആയിക്കോട്ടെ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഫോളോ ചെയ്യണം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. നമ്മൾ നേരത്തെ പറഞ്ഞു റിട്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32, ഹൈക്കോടതി ആകുമ്പോൾ 226. അപ്പൊ ഈ 6 മൗലികാവകാശങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ മൗലികാവകാശങ്ങൾ ഏത് നടപടിയിലൂടെ? കോടതി നടപടിയിലൂടെ, ഈ പറയുന്ന ജുഡീഷ്യറി പ്രൊസീജിയറിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 6 മൗലികാവകാശങ്ങളായിട്ട് മാറി. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന എവിടുന്നാണ് ബോറോ ചെയ്തത്? അമേരിക്കയിൽ നിന്നാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യയുടെ മാഗ്നാ കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്
മൗലിക അവകാശങ്ങളാണ്. നോട്ട് ചെയ്തേക്കണം, ഇമ്പോർട്ടൻ്റ് ഏരിയ ഇന്ത്യയുടെ മാഗ്ന കാർട്ട. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് 1215 ജൂൺ 15 ജോൺ രാജാവ് എന്നറിയപ്പെടുന്ന ഭരണാധികാരി റണ്ണീമീഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ലോകത്തിൽ ആദ്യമായിട്ട് കൊടുത്ത ഒരു എഗ്രിമെന്റ് ഉണ്ട്. ലോകത്തിൽ ആദ്യത്തെ അവകാശ പത്രിക, അതിനെയാണ് നമ്മൾ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? മൗലികാവകാശങ്ങളെയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഞാൻ പറയുന്ന വസ്തുക്കൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഒന്ന്, ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞാൽ ഒരു കുറ്റത്തിന്, ഇപ്പൊ നോക്കൂ, ഞാനൊരു കുറ്റം ചെയ്തു എങ്കിൽ ആ കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഈ ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച മറ്റൊരു ചോദ്യം ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാ. നിയമം ഇങ്ങനെ നിൽക്കുക, ആ സമയത്ത് ഒരു കസേരയൊക്കെ ഇട്ട് നിന്ന് എല്ലാവരും തുല്യരായിട്ടിരിക്കുക. അങ്ങനെങ്കിൽ ഓർത്തു വെക്കുക, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 14. അടുത്തത് പദവി, നാമങ്ങൾ എന്നിവ നിർത്തലാക്കുന്നു. അതായത് സൈനികവും അക്കാദമിക് ഒഴികെയുള്ള പദവി നാമങ്ങൾ നിർത്തലാക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 18. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തോളാവേ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം മതി. അടുത്തത് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 22. PYQ ആണ്. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ 22 ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമ്മുടെ സിലബസിലുള്ള ഏറ്റവും ബ്രില്യൻ്റ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്ന് ജുഡീഷ്യൽ റിവ്യൂ, അല്ലെങ്കിൽ മറ്റൊരു വാക്കുണ്ട് പുനരവലോകന അധികാരം. ജുഡീഷ്യൽ റിവ്യൂവിന്റെ മറ്റൊരു വാക്കാണ് പുനരവലോകന അധികാരം. എന്താ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ റിവ്യൂ കാണത്തില്ലേ? നിങ്ങൾ ഒരു പരീക്ഷ എഴുതി അതിന്റെ റിവ്യൂ നിങ്ങൾ നോക്കാറുണ്ട്. ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അതിന്റെ റിവ്യൂ നിങ്ങൾ നോക്കാറുണ്ട്. അപ്പൊ റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അതിനെപ്പറ്റി എന്ത് ചെയ്യുന്നു? ഡീറ്റെയിൽ ആയിട്ട് വിശകലനം നടത്തുന്നു. തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയുന്നു, ശരിയുണ്ടെങ്കിൽ ശരിയാണെന്ന് പറയുന്നു, അഭിപ്രായം പറയുന്നു. അതുപോലെ തന്നെയാണ് ജുഡീഷ്യൽ റിവ്യൂ. അവിടെ ആരാ റിവ്യൂ ചെയ്യുന്നത്? ജുഡീഷ്യറിയാണ്. ഈ പറയുന്ന ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നറിയപ്പെടുന്ന ഗവൺമെന്റിന്റെ 3 ഘടകത്തിൽ ജുഡീഷ്യറിയാണ് റിവ്യൂ ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളായിക്കോട്ടെ, സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങളായിക്കോട്ടെ, അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കാനുള്ള ജുഡീഷ്യറിയുടെ, കോടതിയുടെ അധികാരത്തിനെ അറിയപ്പെടുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ പുനരവലോകന അധികാരം. ഇതൊക്കെ പുനരവലോകന അധികാരം എന്ന് പറയുന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തെന്നാ കടമെടുത്തേന്ന് ചോദിച്ചാൽ ചോദ്യം ജുഡീഷ്യൽ റിവ്യൂ എന്നാ, അമേരിക്ക എന്നാ കടമെടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം, ആർട്ടിക്കിൾ 13. ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 13 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരിടത്ത് പോലും ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി അല്ലെങ്കിൽ പുനരവലോകന അധികാരത്തെ പറ്റി, നീതിന്യായ പുനഃപരിശോധന എന്ന് പറയുന്ന പദം പരാമർശിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 13. ജുഡീഷ്യൽ റിവ്യൂ എന്നറിയപ്പെടുന്ന ആശയം ഏത് രാജ്യത്തെന്നാ കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്കയിൽ നിന്ന്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളായിക്കോട്ടെ, സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങളായിക്കോട്ടെ, അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കാനുള്ള ജുഡീഷ്യറിയുടെ, കോടതിയുടെ അധികാരത്തിന്റെ പേരാണ് ജുഡീഷ്യൽ റിവ്യൂ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി അടുത്ത കണ്ടന്റ് നോക്കിയേ. റൂൾ ഓഫ് ലോ. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാ. ആർട്ടിക്കിൾ പറഞ്ഞായിരുന്നു, ആർട്ടിക്കിൾ 24 എന്നാണോ 14 എന്നാണോ പറഞ്ഞത്? ആർട്ടിക്കിൾ 14 ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാ. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്ന ആശയമാണ് നിയമവാഴ്ച. ഈ നിയമവാഴ്ച എന്നറിയപ്പെടുന്ന ആശയം അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്നറിയപ്പെടുന്ന ആശയം ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യത്ത് നിന്ന് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ഈ റൂൾ ഓഫ് ലോ എന്ന ആശയം അല്ലെങ്കിൽ നിയമവാഴ്ച എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്, ജനകീയമാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് നിയമജ്ഞനായ AV ഡൈസിയ. ബ്രിട്ടീഷ് നിയമജ്ഞനായ AV ഡൈസിയാണ് നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്നറിയപ്പെടുന്ന ആശയം ജനകീയമാക്കിയത്. ഇനി അവിടെ ഒരു ചോദ്യം ചോദിക്കും കുഴപ്പിക്കാൻ വേണ്ടി, റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ്. റൂൾ ഓഫ് ലോ ആൻഡ്
റോൾ ഓഫ് പോലീസ് ആ പുസ്തകം എഴുതിയത് SD ശർമ്മ എന്നറിയപ്പെടുന്ന ശങ്കർ ദയാൽ ശർമ്മയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ റൂൾ ഓഫ് ലോയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 14 ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 13 ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വസ്തുത പറഞ്ഞായിരുന്നു, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യ നിയമപരീക്ഷ നൽകണം, നിയമ പരിരക്ഷ നൽകണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 14. ഇനി ആർട്ടിക്കിൾ 15 എന്തുണ്ടോ, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 15. ദെൻ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 16. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ട്രെൻഡിങ് ഏരിയ, തൊട്ടുകൂടായ്മ, ഐത്തോച്ചാടനം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എന്ന് തുടങ്ങുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അത് അനുച്ഛേദം 17. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ തൊട്ടുകൂടായ്മ, ഐത്തം എന്നിവ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 17 ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വസ്തുത പറഞ്ഞായിരുന്നല്ലോ, പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. അതായത് സൈനികവും അക്കാഡമിക്കും ഒഴികെയുള്ള പദവി നാമങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ 18. then ആർട്ടിക്കിൾ 14 പ്രകാരം ഒരു ഈ പറയുന്ന ഇളവിന്റെ ഒരു കേസ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞേ, നിയമത്തിന് മുന്നിൽ എല്ലാവരും എന്താണ്, തുല്യരാണ്. ഈ ചോദ്യം മറക്കല്ലേ. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന ഏക പദവി ഏതെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതി. പരീക്ഷ എങ്ങനെയാ ചോദിക്കുന്ന അറിയോ, താഴെ പറയുന്നവയിൽ ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? ഓപ്ഷൻ അത് രാഷ്ട്രപതി കാണും, പ്രധാനമന്ത്രി കാണും, മുഖ്യമന്ത്രി കാണും, ഗവർണർ കാണും. ആൻസറായിട്ട് വരേണ്ടത് രാഷ്ട്രപതി. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിയമം ഉണ്ടല്ലോ, ആ നിയമത്തിന് മുന്നിൽ തുല്യത നമ്മൾ പറയും ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന ഏക പദവി ആർക്കാണ്? രാഷ്ട്രപതി. ഇന്ത്യയുടെ പരമോന്നത, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇന്ത്യയുടെ സുപ്രീം കമാൻഡർ എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ് ഈ ഇളവ് ലഭിക്കുന്ന പദവി. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അടുത്തത് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടമെടുത്തതെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനിൽ നിന്നാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം എടുത്തേക്കുന്നത് അമേരിക്കയിൽ നിന്ന്. നമ്മളെ കുഴപ്പിച്ചുകൾ ഈ പറയുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ. ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് വെച്ചാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, ബ്രിട്ടനിൽ നിന്ന്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം എടുത്തത് അമേരിക്കയിൽ നിന്നുമാണ്. ഇത് രണ്ട് ചോദ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഇതിന് ബാക്കി പോർഷൻ ഉണ്ട്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന മത്സര പരീക്ഷ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. എല്ലാ ദിവസവും പഠിക്കുക, എല്ലാ ദിവസവും വായിക്കുക, എല്ലാ ദിവസവും പരീക്ഷ അറ്റൻഡ് ചെയ്യുക. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഒരു തവണ വായിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ നടത്തണം, വീണ്ടും അത് റിവിഷൻ നടത്തണം. നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും റിവിഷൻ നടത്തി അത് പരിചിതമായി മാറുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.